ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കനകയും ദേവയാനിയാണ് കാണിക്കുന്നത്. അങ്ങനെ ദേവയാനിയോട് കനക പറയാ, ഏതായാലും ദേവയാനി ചേച്ചി ഇവിടെ ഇരിക്കുക, ആദർശ് പുറത്ത് വന്നിട്ടുണ്ടല്ലോ, അവനാണെങ്കിൽ ഇനി ഭക്ഷണം കഴിച്ചിട്ടേ പോകുന്നുള്ളെന്നാ പറയുന്നത്. അതുകൊണ്ട് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തു. അവൻ ഭക്ഷണം കഴിച്ചിട്ടേ പോകുന്നുള്ളെന്ന് പറഞ്ഞോ? അവൻ ഭക്ഷണം കഴിച്ചിട്ടേ പോകുന്നുള്ളെന്നാ പറഞ്ഞത്. അത് സാരമില്ല, ആദർശ് മോൻ കഴിക്കട്ടെ, ഏതായാലും എല്ലാം കാലമാക്കി വെച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു. അവന് ഇഷ്ടപ്പെട്ട കറികൾ ഒരുപാടുണ്ടല്ലോ. അവൻ ഇപ്പൊ അങ്ങ് പൊക്കോളും, ഒത്തിരി ഒന്നും കഴിക്കത്തില്ലെന്നേ, കുറച്ച് മാത്രമൊക്കെ അവൻ കഴിക്കത്തുള്ളൂ. എങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പണി കിട്ടും. സംശയം തോന്നിയാലോ ഞാൻ അങ്ങോട്ടേക്ക് പോവുക. ഏതായാലും ദേവയാനി ചേച്ചി ഇവിടെ ഇരിക്കുക, കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നാൽ മതി, മോൻ പോകുമല്ലോ എന്ന് നോക്കാം എന്നൊക്കെ പറയാണ്. ഏതായാലും ഈ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, നയനെ ഭയങ്കര ഇഷ്ടം അവന്, അതുകൊണ്ട് അവൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ, കുറച്ചു നേരം പോലും കാണാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാ മോളോട് അടുക്കുന്നവരെല്ലാവരും. എൻ്റെ അവസ്ഥ വരെ അങ്ങനെയാ. അപ്പൊ സ്വന്തം ഭർത്താവിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഏതായാലും കനക ചെല്ലാൻ ഇങ്ങനെ പറഞ്ഞു. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ആദർശ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ നന്ദുവിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട്, പോലീസ് ക്യാമ്പിലൊക്കെ പോകാൻ ഉഷാറായിട്ട് നിൽക്കുകയാണോ? ഏതായാലും പോലീസ് ക്യാമ്പിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇനി ജോലിയൊക്കെ ആകും, ഇനി വേറൊരു ജീവിതമൊക്കെ കണ്ടുപിടിക്കണം, ഒരു ജീവിതമൊക്കെ വേണ്ടേ? ഏത് പോലീസുകാർക്കും ഒരു കുടുംബമുണ്ട്. അതുപോലെ തന്നെ നന്ദു, നിനക്ക് ഒരു കുടുംബം വേണം. ഒരു കുടുംബം ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. അതുമാത്രമല്ല, അനിയുമായിട്ടുള്ള ഈ ചുറ്റിക്കറങ്ങലും കാണലും ഒക്കെ ഇപ്പോഴും ഉണ്ടോ? അത് പിന്നെ ആദർശേട്ടാ, അനി എന്നെ വിളിക്കാറൊക്കെ ഉണ്ട്, എവിടെയെങ്കിലും ചെല്ലാനും പറയാറൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഞങ്ങള് കാണുമോ സംസാരിക്കുമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നവ്യ പറഞ്ഞു, ഇവള് പറയുന്നത് പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ ആദർശേട്ടാ. രണ്ടുപേരും എന്തൊക്കെയോ കള്ളക്കളികളുണ്ട്, എന്തൊക്കെയോ കള്ളക്കളികൾ കളിക്കുന്നുണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം, നോക്കി നിൽക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് മറ്റുള്ളവരെ പൊട്ടന്മാരാക്കാൻ നോക്കരുത് കേട്ടോ നന്ദു. അപ്പൊ ആദർശ് പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് വേറൊന്നുമല്ല ഇനി മോളോട് പറയാനുള്ളത്. മോക്ക് ഒരു ജോലിയാകാൻ പോവുക. ഞാൻ പറഞ്ഞില്ലേ, ഇനി ഒരു ജീവിതം അത് മോള് കണ്ടെത്തണം. ആ ഒരു ജീവിതം കണ്ടെത്തുമ്പോൾ അനിയും സേഫ് ആയിരിക്കണം. അനിയും അനാമികയും തമ്മിലുള്ള ബന്ധം അത് വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് മോക്കും അറിയാലോ. ആ ബന്ധം വഷളാക്കാതിരിക്കുക, അത് നമ്മൾ ശ്രമിക്കണം. ആ ബന്ധം എത്രമാത്രം ദൃഢമാക്കാൻ പറ്റുമോ, അവരെ എത്രമാത്രം സ്നേഹിപ്പിക്കാൻ പറ്റുമോ, അതിനാ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ മുത്തശ്ശിയും മുത്തശ്ശനും അച്ഛനും അതുപോലെ അനിയുടെ അമ്മയും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ബന്ധം നല്ല രീതിയിൽ നിലനിൽക്കണമെന്നും മുന്നോട്ടേക്ക് പോണെന്നും ഒക്കെ. അതിനൊരു കരടായി നിൽക്കുന്നത് ഇപ്പം നീയാണെന്നുള്ള അഭിപ്രായവും ഉണ്ട്. അത് പക്ഷെ എനിക്കറിയാം വെറും തെറ്റായ അഭിപ്രായങ്ങളൊക്കെ ആണെന്ന്. എങ്കിലും അങ്ങനെ പറയാൻ പോലും ഇട കൊടുക്കാൻ പാടില്ല. നിങ്ങള് കൂട്ടുകാരൊക്കെയാണ്, ആ കൂട്ട് നിലനിർത്തുന്നതിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ തൽക്കാലം ആ കൂട്ട് അനിയുടെ നല്ലതിന് വേണ്ടിയും അനാമികയുടെ നല്ലതിന് വേണ്ടിയും മാറ്റി വെക്കുകയാണെങ്കിൽ അതിനെന്താ പ്രശ്നം ഇരിക്കുന്നത്? ഒരു പ്രശ്നമില്ലല്ലോ. ആ കൂട്ട് ഒന്ന് മാറ്റി വെച്ചാല് ചിലപ്പം അനാമികയെ ഉൾക്കൊള്ളും, അനാമികയും അനിയും നല്ല രീതിയിൽ ജീവിക്കും. അതിന് നമ്മൾ വഴി തുറന്നു കൊടുക്കല്ലേ ചെയ്യേണ്ടത്. മോള് ഉപദേശിക്കുന്നൊന്നും അല്ല കേട്ടോ, ഇത് ഏട്ടന്റെ ഒരു അപേക്ഷയായിട്ട് മാത്രം കണ്ടാൽ മതി. അയ്യോ ഏട്ടാ, ഏട്ടൻ അങ്ങനെയൊന്നും പറയല്ലേ. അപേക്ഷയോ? ഒരിക്കലും ഞാനും അനിയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. ഇനിയിപ്പൊ എന്തേലും ഇങ്ങോട്ട് വന്ന് പറഞ്ഞാലും ഞാന് ഒഴിവായി പൊക്കോളാം, അത് ഞാൻ ഏട്ടന് തരുന്ന വാക്കാ എന്നിങ്ങനെ നയനയല്ല നന്ദു പറഞ്ഞപ്പോഴത്തേക്കും നയനയും പറഞ്ഞു, ഇവളോട് ഞാനും ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ആദർശേട്ടൻ ഒരു കാര്യം ചെയ്യണം, അനിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ ഒന്ന് ഉപദേശിക്കണം. ബെസ്റ്റ്. അവനെ പരമാവധി ഞാൻ ഉപദേശിച്ചതാ നയന. ഇനി ഞാൻ ഉപദേശിച്ചാലൊന്നും അവൻ നേരെയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പം നീ ഉപദേശിക്കുക, നീ ഒന്ന് ഉപദേശിച്ച് നോക്കിയാൽ ചിലപ്പം അവൻ നേരെ ആയേക്കാം. ഒന്ന് ശ്രമിച്ചു നോക്ക്. അത് പിന്നെ ഞാൻ അവനോട് പറയാനുള്ളത് പരമാവധി പറഞ്ഞതാ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അനാമികയുടെ സ്വഭാവം ആദർശേട്ടന് അറിയാലോ. ഒരാൾക്കും ഇഷ്ടപ്പെടില്ല, ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ ഒന്നും ഇഷ്ടപ്പെടില്ലാത്തൊരു സ്വഭാവ. അവക്ക് എങ്ങനെ അനിയെ കയ്യിലെടുക്കണമെന്നോ അനിയെ എങ്ങനെ സ്നേഹിക്കണോ എന്നൊന്നും അവൾ ഇതുവരെ പഠിച്ചിട്ടുമില്ല, അതിന് പരിശ്രമിച്ച് നോക്കിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയില്ല. എങ്കിലും നമുക്ക് ശ്രമിക്കാം. അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകണമല്ലോ, അത് നമുക്ക് കാണണമല്ലോ. ഏതായാലും അനി മാത്രം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ, നമുക്ക് ശ്രമിക്കാം എന്നൊക്കെ പറയുകയാണ്. അപ്പൊ അതിനിടയ്ക്കാണെങ്കിൽ നയനെ ഇങ്ങനെ കുത്തിക്കുറിച്ച് ഇരിക്കുകയാണ് കേട്ടോ. ആഹാരങ്ങളൊന്നും നന്നായിട്ട് ഇറക്കി കഴിക്കണില്ല.
അപ്പം ആദർശ് ചോദിക്കുന്നുണ്ട്, ഇതെന്തു പറ്റി നയന, നീ ആഹാരമൊക്കെ കഴിക്കാത്തത്, നീ എന്താ ആഹാരം കഴിക്കാതെ ഇങ്ങനെ കുത്തി കുത്തി ഇരിക്കുന്നത്? ആഹാരത്തിൽ നന്നായിട്ട് വാരി കഴിക്കുക. അത് പിന്നെ ആദർശേട്ടാ തീരെ വിശപ്പില്ല, അതുകൊണ്ടാ. എങ്കിലും നിന്റെ വീട്ടിൽ വരുമ്പോൾ നിനക്ക് വിശപ്പ് കാണേണ്ടതാണല്ലോ. കാരണം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നിനക്ക് ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, അതങ്ങ് കഴിക്കുക എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആകെപ്പാടെ പരിഭ്രമത്തോടു കൂടിയൊക്കെ നയനെ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ വാരി കഴിക്കുന്നുമുണ്ട്. ഇതിനിടയിൽ നമ്മുടെ കനകദുർഗ ഓടി വന്നപ്പോഴത്തേക്കും ആദർശ് ചോദിച്ചു, അല്ല ഇതെങ്ങോട്ടാ പോയത് ആന്റി? ആന്റി ഇതെങ്ങോട്ട് പോയതായിരുന്നു? അത് പിന്നെ മോനെ ഞാനേ തുണി വിരിക്കാൻ വേണ്ടി പോയതാ. കുറച്ച് തുണി നനച്ചിട്ടായിരുന്നു, അതൊക്കെ അങ്ങ് വിരിച്ചിടാൻ വേണ്ടി പോയതാണേ. അല്ല മോൻ എന്തെങ്കിലും വേണോ ഇനി? എന്തെങ്കിലും കറികളോ ചോറോ? ഹേയ് വേണ്ട, എനിക്കൊന്നും വേണ്ട, സത്യമായിട്ടും വയറ് നിറഞ്ഞു. നല്ല ആഹാരമായിരുന്നു. ഏതായാലും ഞാൻ പോയി കൈ കഴുകട്ടെ എന്നും പറഞ്ഞ് എണീറ്റ് കൈ കഴുകാൻ പോവാണ്. കൈയൊക്കെ കഴുകിയിട്ട് വന്നിട്ട് വല്ലാത്ത ക്ഷീണമുണ്ട് നയന, ഞാൻ റൂമിൽ പോയി കിടക്കാം. ഇത് കേട്ടതും നയനെ പേടിച്ചു പോയിട്ടോ. അയ്യോ, അത് പിന്നെ ആദർശേട്ടാ റൂമിൽ പോയി കിടക്കാനോ? അപ്പം കനകയാണെങ്കിൽ അത് പിന്നെ റൂമിൽ കിടക്കാനോ? റൂമിൽ കിടക്കാന്? അല്ല റൂമിലല്ലാതെ പിന്നെ എവിടെയാ നയനെ കിടക്കുന്നത്? ഞാൻ പോയി കിടക്കാന്നും പറഞ്ഞ് റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ കനകയാണെങ്കിൽ നയനെ തള്ളി വിടുക. ചെല്ലടി റൂമിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നവും, നീ ചെല്ലടി എന്ന് പറഞ്ഞ് തള്ളി അങ്ങോട്ട് വിടുകയാണ്. അങ്ങനെ തള്ളി വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനെ പറഞ്ഞു, അത് ആദർശേട്ടാ ഈ റൂമിൽ കിടക്കാനോ? അത് പിന്നെ ഈ റൂമിലെ മൊത്തം പൊടിയാന്നേ, അതുകൊണ്ട് ഈ റൂമിൽ കിടക്കണ്ട, നമുക്ക് വേറെ റൂമിൽ കിടക്കാം. പൊടിയാണെന്നോ? നീ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതും റൂമിൽ പൊടിയാണെന്നോ? എന്താ നയന ഇത്? ദേ ഞങ്ങളുടെ അനന്തപുരി തറവാട്ടിൽ അറിയാലോ, എല്ലാ റൂമും ഉണ്ട്, എല്ലാം നല്ല വൃത്തിയാക്കിയിട്ടേക്കുക. ഒരു റൂമിൽ പോലും പൊടിയില്ല. പിന്നെ നീ വരുന്നതിന് മുമ്പ് സ്റ്റോർ റൂമിൽ വരെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അതും നീ ഇപ്പം വൃത്തിയാക്കിയിട്ടു. എന്നിട്ട് ഇപ്പം നിന്റെ വീട്ടില് ഒരു റൂമില്, അത് ഇത്രയും ചെറിയ വീട്ടില് അത് വൃത്തിയാക്കി ഇടാത്തത് അതെന്താ? അത് വൃത്തിയാക്കി ഇട്ടാല് പ്രശ്നം എന്താ അത് വൃത്തിയാക്കാത്ത എന്നൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നയന പറഞ്ഞു, അത് പിന്നെ ഞാനിവിടെ ഇല്ലല്ലോ, പിന്നെ നന്ദുവിന്റെ കാര്യം അറിയാലോ, അവൾ കുഴി മടിച്ചിയ, ഒരു പണിയും ചെയ്യത്തില്ല. പിന്നെ അമ്മയ്ക്കാണേലോട്ട് സമയവും ഇല്ല, പിന്നെ അച്ഛന്റെ കാര്യം അറിയാലോ, അതുകൊണ്ടാണ് റൂം വൃത്തിയാക്കാത്തത്. ഏതായാലും ഇങ്ങ് വന്നിട്ടേ അപ്പുറത്തെ റൂമിൽ കിടക്കാം എന്നും പറഞ്ഞ് വലിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. ആകപ്പാടെ നമ്മുടെ ആദർശിന് ചെറിയ സംശയങ്ങളൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട്, വല്ലാത്ത സംശയമാണ് തോന്നുന്നത്. ഏതായാലും റൂമിൽ കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞു, ഏതായാലും ഇവിടെ കിടക്ക്, ഞാൻ ഒരു അടിപൊളി മോരുവെള്ളം എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് അങ്ങ് പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ ആദർശിന് സംശയം തോന്നിയിട്ട് ആദർശ് നേരെ അനന്തപുരി തറവാട്ടില് നമ്മുടെ അനന്തമൂർത്തിനെയും വസന്തരേനെയും ഫോൺ വിളിച്ച് ചോദിക്കുകയാണ്. അപ്പൊ ഫോൺ എടുത്തിട്ട്, എന്താ മോനെ ആദർശ് മോനെ ഇപ്പം വിളിച്ചത്? അത് പിന്നെ മുത്തച്ഛ, അവിടെ അമ്മയുണ്ടോ? നിന്റെ അമ്മ ഇവിടെ ഉണ്ടോന്നോ? നിന്റെ അമ്മ ഇവിടെ ഇല്ല. അല്ല എവിടെ പോയതാ? നിന്റെ അമ്മ എവിടെ പോയതാണെന്ന് വല്ലതും പറഞ്ഞിട്ടാണോ പോകുന്നത്? അവളിപ്പോ തോന്നുമ്പോ പോകും, തോന്നുമ്പോ വരും, കൂട്ടുകാരെ കാണാൻ പോകും, അവരെ കാണാൻ പോകും, ഡോക്ടറെ കാണാൻ പോവും. ഏതായാലും ഞങ്ങൾ ചോദിക്കാറുമില്ല. പിന്നെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കുമല്ലോ അവൾ ഇവിടുന്ന് പുറത്തിറങ്ങുന്നത്, അനാവശ്യത്തിന് അവൾ പുറത്തിറങ്ങാറുമില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാറുമില്ല, അതുകൊണ്ട് അറിയില്ല. അല്ല മോനെന്താ അങ്ങനെ ചോദിച്ചത്? ഹേയ് ഒന്നുമില്ല, ഞാൻ ദേ ഇവിടെയാ ഉള്ളത്, നയനയുടെ വീട്ടില്. മോനപ്പ അങ്ങോട്ടേക്ക് പോയോ? നയനയും അങ്ങോട്ടേക്കാണല്ലോ പോയത്. അതെ മുത്തച്ഛ, നയനയും ഇവിടെയുണ്ട്. ഏതായാലും രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുക, എന്നാൽ പിന്നെ ഫോൺ വെക്കുക എന്നും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശൻ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വസന്തര പറഞ്ഞു, എന്ത് ചെയ്യാനാ, കുറച്ചു നേരം പോലും നയനയെ കാണാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ ആദർശിനുള്ളത്. ആ ഒരു സ്നേഹം എന്നും കണ്ടാൽ മതിയായിരുന്നു. അല്ലെങ്കിലും അവൾ അങ്ങനെയാ, നല്ല കുട്ടിയാ. അവളെ പരിചയപ്പെട്ടവർക്ക് ആർക്കും ഒരിക്കലും അവളെക്കുറിച്ച് ഒരു ചീത്ത കാര്യവും പറയാനുണ്ടാവില്ല. അവൾ അത്രയധികം എല്ലാവരെയും സ്നേഹിക്കുകയും പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു പരിഗണനയും സ്നേഹവും അവൾക്കും കിട്ടുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലേക്ക് വന്നതിൽ വെച്ച് ഏറ്റവും നല്ല മരുമകളും, അതുപോലെ നമ്മുടെ കുടുംബത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യവും തന്നെ അവള് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ അത് പറയേണ്ട കാര്യമുണ്ടോ വസന്തരെ? അത് 100% ഉറപ്പല്ലേ? അവളെപ്പോലെ ഒരു മരുമകളെ കിട്ടിയതല്ലേ ഇവിടെയുള്ള എല്ലാവരുടെയും ഭാഗ്യം. കുറച്ചു പേർക്ക് അത് മനസ്സിലാവുന്നില്ല, പ്രത്യേകിച്ച് ദേവയാനിക്ക് അതിനി എന്ന് മനസ്സിലാകുന്നു അറിയില്ല. എന്നാണോ ഇനി മരുമകളെ അമ്മായിയമ്മ തിരിച്ചറിയാൻ പോകുന്നത്? ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കണമല്ലോ. ഉടനെ തന്നെ തിരിച്ചറിയായിരിക്കും. നേരും നെറിയും ഒക്കെ തിരിച്ചറിയുന്നവളായിരുന്നു ദേവയാനി. അതുകൊണ്ട് തന്നെ ഇനി അതിനൊത്തിരി കാലതാമസമൊന്നും ഉണ്ടാവില്ല. മരുമകളെ തിരിച്ചറിയുന്ന അമ്മായിയമ്മ അത് കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയല്ലേ, അവരുടെ സ്നേഹം കാണാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യല്ലേ. ഏതായാലും അത് ഉടനെ തന്നെ ഉണ്ടാകട്ടെ എൻ്റെ ഈശ്വര എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് കേട്ടോ. അപ്പം ദേവയാനി റൂമിലിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നയനെ ഫുഡുമായിട്ട് ചെന്നിട്ട് പെട്ടെന്ന് വാതിലടച്ചപ്പോഴത്തേക്കും അത് പിന്നെ മോളെ ആദർശ് ഇങ്ങോട്ടേക്ക് വന്നായിരുന്നോ? എൻ്റെ പൊന്നമ്മ ഒന്നും പറയണ്ട, ആദർശേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നായിരുന്നു, ഈ റൂമിൽ കിടക്കാനാന്നും പറഞ്ഞാ വന്നത്.
ഒരു തരത്തിലാ ഞങ്ങൾ പൊടിയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് മാറ്റി വേറെ റൂം കൊടുത്തത്. അല്ല അവന് സംശയം വല്ലതും? സംശയമൊന്നും ഇല്ലായിരിക്കും. അവനങ്ങനെ സംശയമൊന്നും തോന്നത്തില്ലെന്നേ. സാരമില്ല. പിന്നെ അല്ല, നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ? ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും കനകയും വന്നു കേട്ടോ. കനക പറഞ്ഞു, ദേവേൻ ചേച്ചി ഒരു കാര്യം ചെയ്യേ, ഫുഡ് കഴിക്കുക. ഫുഡൊക്കെ കഴിക്കാം, നിങ്ങൾ കഴിച്ചല്ലോ അല്ലേ? അപ്പൊ നയന പറഞ്ഞു, അമ്മ കഴിച്ചില്ല, ബാക്കി എല്ലാവരും കഴിച്ചു. എന്ത് ചെയ്യാനാ, അമ്മയുടെ കൂടെ ഇരുന്ന് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അപ്പൊ ഫുഡ് കഴിക്കാതിരുന്നാലേ ചേട്ടന് സംശയം തോന്നും. എന്തൊക്കെയോ സംശയങ്ങൾ ഇപ്പൊ തന്നെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ സംശയം ഉണ്ടാക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അതാ ഞാൻ ഫുഡ് കഴിച്ചത്. അത് സാരമില്ല മോളെ, അതിന് കുഴപ്പമില്ല. ആദർശിന്റെ കൂടെ അല്ലാതെ മോള് പിന്നെ ആരുടെ കൂടെ ഇരുന്നാ ഫുഡ് കഴിക്കേണ്ടത്? എങ്കിൽ പിന്നെ കനകി ഒരു കാര്യം ചെയ്യേ, ഫുഡ് എടുത്തോണ്ടോ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. ഇപ്പൊ ദേവയാനി ചേച്ചി കഴിക്കുക. ദേവയാനി ചേച്ചിക്ക് വിശപ്പില്ലേ? എന്ത് ചെയ്യാനാ, എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചതാ. പക്ഷെ അത് നടന്നില്ല. നമുക്ക് വേറൊരു ദിവസം. അപ്പൊ നയന പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഫുഡ് കഴിക്കാം. ഞങ്ങൾ എല്ലാവരും കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, അയ്യോ അത് വേണ്ട, ഈ ഫുഡ് ഇപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയുടെ വയറ്റിലൊന്നും ഇടയില്ല മോളെ, അത് കഴിക്കാനൊന്നും. അതുകൊണ്ട് സാരമില്ല. ഏതായാലും നീ ഇവിടെ നിൽക്കണ്ട, ആദർശിന്റെ അടുത്തേക്ക് ചെല്ല്. അവന് ചിലപ്പോൾ എന്തെങ്കിലും സംശയം തോന്നും. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെന്നോ. ഇങ്ങോട്ടേക്ക് അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടി പിടിച്ച് കിടക്കുന്ന റൂമിൽ നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ തീർന്നില്ലേ? ചെല്ല്, അങ്ങോട്ടേക്ക് ചെല്ല് എന്നും പറഞ്ഞ് നമ്മുടെ ദേവയാനി നയനയെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഈ സമയത്ത് ദേവയാനി, എൻ്റെ ഈശ്വര, അവന് സംശയമൊന്നും തോന്നി കാണത്തില്ലായിരിക്കുമല്ലോ, സംശയമൊന്നും തോന്നി കാണത്തില്ലല്ലോ അല്ലേ കനകയെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ സംശയമൊന്നും തോന്നാൻ വഴിയില്ല. ഏതായാലും ഈ കളി എവിടം വരെ പോകുമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ശരിയാ കനക, നമ്മൾ ഈ കുഞ്ഞു പിള്ളേർ കളിക്കുന്ന പോലെ വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ എനിക്കത് ഓർക്കുമ്പം എന്തോ പോലെ തോന്നുക. ഈ സത്യങ്ങളൊക്കെ അറിയണം ഒരു ദിവസം, അത് ഞാനും ആഗ്രഹിക്കും. പക്ഷെ ഇത്ര പെട്ടെന്ന് അറിയാൻ പാടില്ല. അതുവരെ നമുക്ക് കുട്ടികളെങ്കിൽ കുട്ടികൾ അവർ കളിക്കുന്ന പോലെ തന്നെ കളിക്കാം, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ. ഏതായാലും കനക ഫുഡ് എടുത്തോണ്ട് വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ കനക ഫുഡൊക്കെ എടുക്കാനായിട്ട് പോയി. പിന്നെ കാണിക്കുന്ന ആദർശിനെയാണ്. അങ്ങനെ നമ്മുടെ നയന ആദർശിന്റെ അടുത്ത് ചെന്നു. ആദർശിന്റെ അടുത്ത് ചെന്നിട്ട്, അല്ല ആദർശേട്ടന് ബോറടിക്കുന്നുണ്ടോ ഇവിടെ ഇരുന്നിട്ട്? എന്ത് ബോറടി, ഒരു ബോറടി ഇല്ല. ഏതായാലും നിന്നെ അപ്രിഷ്യേറ്റ് ചെയ്താലും മതി വരില്ല കേട്ടോ. അപ്രിഷ്യേറ്റ് ചെയ്താലും മതി വരില്ലെന്നോ? അതെന്താ ഇപ്പൊ പെട്ടെന്നൊരു അഭിനന്ദന വാക്കുകള്? അത് പിന്നെ സെയില് പൊടി പൊടിച്ചോണ്ടിരിക്കുക, കേമോ ആയിക്കൊണ്ടിരിക്കുക. അറിയാമോ, വിഷു സെയില് അടിപൊളിയാകുന്നുണ്ട്. നയന കളക്ഷൻസിൽ ഭയങ്കര തിരക്കാണ്. നയന കളക്ഷൻസ് കാണാൻ വരെ ആൾക്കാർ വരുന്നുണ്ട്. ക്യൂ നിന്നാണ് കാണാനൊക്കെ വരുന്നത്. അതിൽ കുറെ പേര് മേടിക്കുന്നുണ്ട്, കുറെ പേര് കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജ്വല്ലറിക്കും ഇപ്പൊ അതുകൊണ്ട് ലാഭം തന്നെയാണ് വന്നിരിക്കുന്നത്. നയന കളക്ഷൻസിൽ വരുന്നവരെല്ലാവരും ജ്വല്ലറിയിലും വരാതെ പോവില്ലല്ലോ. ഏതായാലും കേമായിട്ടുണ്ട് നീ കാരണം. കോടികളുടെ ബിസിനസ്സാ നടന്നുകൊണ്ടിരിക്കുന്നത്. അറിയാലോ, സ്വർണത്തിനിപ്പം നല്ല വിലയാ. നമ്മൾ ഉദ്ദേശിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലാ വില കയറി കത്തിപ്പോകുന്നത്. എന്നിട്ട് പോലും നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയിൽ ഇത്രയും തിരക്കുണ്ടെങ്കിൽ അത് നിന്റെ മിടുക്ക് തന്നെയാ നയന, നിന്റെ ഒറ്റ ഒരാളുടെ മിടുക്ക്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പൊ നയനോട് പറഞ്ഞു, ഏതായാലും ഞാൻ ഇനി ഒത്തിരി സമയം നിൽക്കുന്നില്ല, പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും നന്ദുവും നവ്യയും ഗോവിന്ദനും കനകയും ഒക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദുവിനോട് പറഞ്ഞു, ഒരു ഉശിരുള്ള പോലീസ് പെൺകുട്ടിയായിട്ട് തിരിച്ചു പറഞ്ഞു കേട്ടോ, ആൾക്കാർ കണ്ടാൽ പേടിക്കുന്ന ഒരു ഉശിരുള്ള ഒരു പോലീസ് പെൺകുട്ടി ആകണം. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കനക പറഞ്ഞു, എന്റെ പൊന്നു മോനെ, ഇതുപോലെയുള്ള മോട്ടിവേഷൻ ഒന്നും കൊടുക്കരുത്. ഒന്നാമത് ഇവിടെ ഞാൻ പേടിച്ചു വിറച്ചാ നിൽക്കുന്നത്. ഇവളെ ASI ആകുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല. ആയി കഴിഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാൻ ഇപ്പൊ ചിന്തിക്കാറുണ്ടോ. ഇവളുടെ കയ്യിൽ അങ്ങാണ് ഒരുത്തനെ കിട്ടിയാലുണ്ടല്ലോ, പിന്നെ അവന്റെ ചോര നീരാക്കും ഇവള്. അത് ശരിയാ ആന്റി പറഞ്ഞത്. ഇവളുടെ കയ്യിൽ ആരെ കിട്ടിയാലും നന്നായിട്ട് പെരുമാറും. അത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ലൈവായിട്ട് ഇവളുടെ ഇടി കണ്ടിട്ടുള്ളതാ. പിന്നെ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ നന്ദുവിനെ. പെൺകുട്ടികൾ മുൻനിരയിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനൊരു ഉദാഹരണമാണല്ലോ നയനയും ഡിസൈൻ ലോകത്തിപ്പം ഏറ്റവും മുന്നിൽ തന്നെ നിൽക്കുന്നത്. അതുപോലെ ഇനിയും ഓരോ പെൺകുട്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അത് നമുക്കൊക്കെ മാതൃകയാണ്. അതുകൊണ്ട് അതൊന്നും മാറ്റി നിർത്തുവൊന്നും വേണ്ട. പിന്നെ എനിക്ക് പറയാനുള്ളത്, നീ പോലീസുകാരി ആയി കഴിഞ്ഞാൽ മിക്കവാറും ഒരാളെ ഇടിച്ച് ശരിയാക്കേണ്ടി വരും, എന്റെ അനിയനെ തന്നെ. ഇത് കേട്ടതും പെട്ടെന്ന് ഗോവിന്ദൻ ചോദിച്ചു, അതെന്താ, അഭിനയാണോ? അഭി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അഭിനയല്ല, ഇടിച്ച് ശരിയാക്കേണ്ട ആളെ അനീനയാ. അപ്പൊ എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോയിട്ടോ. ഞാൻ വേറൊന്നും കൊണ്ടും അല്ല പറഞ്ഞത്, നിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നതിനെ നീ നല്ല ഇടി വെച്ച് കൊടുക്കണം. അപ്പൊ അവൻ പുറകെ നടന്ന് ശല്യം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഞാൻ ഉപദേശിച്ച കാര്യങ്ങളൊക്കെ മോള് ഓർക്കുന്നുണ്ടല്ലോ, ഒന്നും മോള് മറന്നിട്ടില്ലല്ലോ, എല്ലാം മനസ്സിലുണ്ടായിരിക്കണം. ഞാന് വേറൊന്നും ഇനി പറയുന്നില്ല. അവന്റെ ജീവിതം സേഫ് ആക്കണം, അതുമാത്രമാ ഇപ്പം ഞാന് കരുതുന്നത്. പിന്നെ അറിയാലോ, അവനെ ഏറ്റവും കൂടുതൽ എടുത്തു വളർത്തിയിട്ടുള്ളത് എൻ്റെ അമ്മ തന്നെയാ.
എൻ്റെ അമ്മയ്ക്ക് അതൊരുപാട് ആഗ്രഹമാണ്. അവന്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകണമെന്നും അനിയും അനാമികയും ഒക്കെ ഒന്നിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഉപദേശങ്ങളൊക്കെ ഉപദേശിക്കുന്നത് വേറൊന്നിനുമല്ല. അത് അത് നന്ദുവിന് അറിയാലോ. ഒരിക്കലും ഇഷ്ടക്കേടായിട്ട് കരുതരുത്. ഒരിക്കലും ഇഷ്ടക്കേടായിട്ടൊന്നും ഞാൻ കരുതില്ല ആദർശേട്ടാ. അപ്പോഴാണ് നമ്മുടെ നയന പറഞ്ഞത്, അത് പിന്നെ ഞാനും അമ്മയും അനിയോട് പറഞ്ഞ് കുറെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ നന്ദുവിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് പേടിച്ചു പോയിട്ടോ. നമ്മുടെ ആദർശ് ചോദിച്ചു, നീയും അമ്മയോ? അപ്പം അമ്മ ഇവിടെ നന്ദുവിനെ ഉപദേശിക്കാൻ വേണ്ടി വന്നായിരുന്നോ? അല്ല, ഇവിടെ ഇവിടെ വന്നില്ല. അവിടെ നന്ദു വന്നപ്പോഴത്തേക്കും അമ്മ കുറെ ഉപദേശിച്ചായിരുന്നെന്ന്. അല്ല, നന്ദു വന്നായിരുന്നല്ലോ വീട്ടില് അന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട്, അനാമിക വിളമ്പി കൊടുത്തേ അന്ന്. ഓ, അന്ന്. ആയിക്കോട്ടെ, എങ്കിൽ പിന്നെ ഞാൻ ഒത്തിരി നേരം നിൽക്കുന്നില്ല, ഇറങ്ങുക എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. കനകയാണെങ്കിൽ ആശ്വാസമായ ടീച്ചർ എന്നുള്ള രീതിയിൽ നിൽക്കാം. അങ്ങനെ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ നയനയോട് പറയുന്നുണ്ട്, നീ വരുന്നില്ലല്ലോ അല്ലേ, ഇനിയിപ്പം വിഷു കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അങ്ങനെ വരുവോ? അതെന്താ ആദർശേട്ടാ അങ്ങനെ ചോദിച്ചത്? അല്ല, നിന്നോട് ഞാൻ വെറുതെ ചോദിച്ചതാ, വേറൊന്നും കൊണ്ടും അല്ല ചോദിച്ചത്, വെറുതെ അങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, ഇനിയിപ്പോ ഇവിടെ അനിയത്തിയൊക്കെമാരൊക്കെ ആയിട്ട് കൂടുവോ ഇല്ലോ എന്ന് അറിയില്ലല്ലോ, അതും കൊണ്ട് ചോദിച്ചതാ. നിന്നെ അവിടെ എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ടായിരിക്കും, പ്രത്യേകിച്ച് മുത്തച്ഛനും മുത്തശ്ശിക്കും ഒക്കെ. അത് പിന്നെ ഞാന് പിന്നെ അമ്മയ്ക്ക് നിന്നെ മിസ് ചെയ്യില്ല, അത് വേറെ കാര്യം. അമ്മയും നീയും ശത്രുക്കളാണല്ലോ എന്നുള്ള രീതിയിലും ആക്കി സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ഇതിനു മുമ്പ് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ കയറി കാണുക, അടിപൊളി വിശേഷം തന്നെയാണ്. ഇനിയിപ്പം നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്കും രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രമോ വിശേഷം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമുക്ക് വേറെ 2 ചാനലുണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ട് കേൾക്കുന്നവരോടാട്ടോ പറയുന്നത്. ഒരെണ്ണത്തിൽ നമ്മൾ ഗൗതമിന്റെയും നന്ദയുടെയും പ്രമോ വിശേഷവും ഫുൾ വിശേഷവും ഒക്കെ ഇടുന്നുണ്ട്. അതുപോലെ പിന്നെ നയനയുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷങ്ങൾ ഇടുന്നുണ്ട്. അപ്പം അത് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ ലിങ്ക് തരാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.